അടിക്കുവാണെങ്കിൽ മുതുകിലോട്ടൊരു വണ്ടി വരുന്നുണ്ട്. ഒന്ന് വെച്ച് 2-3 പേരും കൂടെ വരുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഹലോ ബ്രോ, ഒന്ന് കൈ വെക്കണേ. അവനെ ഓഫ് എടുക്കാൻ പറ്റൂല. എക്സ്റ്റെൻഡ് ചെയ്യാം, നമുക്ക് ഇത് മാറ്റാൻ പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, തല്ലുന്നതിന് മുമ്പേ പോയെന്ന് മനസ്സിലായോ? അടുത്ത് പോയെന്ന് അപരാധിക്കാം. അവൻ ചില്ലറ കൊണയല്ല ബ്രോ, അത്ര തന്നെ. വണ്ടി എടുത്തിട്ട് നിങ്ങളൊരു സിറ്റുവേഷൻ ഇടയ്ക്കൊന്ന് മുതുകിരുന്ന് മുതുകൊണായിരുന്നവൻ, എന്നിട്ട് മറ്റേ പോയപ്പോ ഇവിടെ ഓൾറെഡി നമ്മള് സിറ്റുവേഷനിലാണ്. നിങ്ങള് കീബോർഡ് സിറ്റുവേഷൻ ആണെങ്കിൽ അവൻ നേരെ സംസാരിക്കണ്ടേ? വെയിറ്റ് അവൻ നേരെ സംസാരിക്കണ്ടേ? സിറ്റുവേഷൻ മിണ്ടായിരുന്നു പോണം. അവൻ വന്ന് മറ്റേ മുട്ടയും കൊണടിച്ച് നമ്മൾ നോക്കിക്കണെന്ന് പറഞ്ഞാൽ എന്താ? എന്നിട്ട് നിന്നെ പണ്ട് പിള്ളേരെ അടിച്ചല്ലേ മറ്റേ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല, നിങ്ങളത് ചെയ്യണല്ലോ. അതവനെ ഇതാക്കിയതാ വാണിഫെയർ എന്നാ മുകളിലോട്ടായിരുന്നു അവൻ വാഹനം വരെയൊക്കെ നമ്മള് തിരിച്ച് അവന്റെ ഞാൻ പണ്ടത്തെ ബ്രോക്കണാന്ന് വെച്ചപ്പോ അവന് പണ്ടത്തെ ബ്രോക്കണാന്ന് പറഞ്ഞാ പോരെ. ഇതിന്റെ കൊണക്കിന് എന്തിനാ അവിടെ നിന്നിട്ട് അവനെ കൊണച്ച് ഒന്നും ആക്കണ്ട. അണ്ണൻ പറയുന്നത് തല്ലി കിട്ടോളാം. തല്ലി വിട്ടാൽ വേണ്ട, രണ്ടിനെ തല്ലല്ലേ. വെയിറ്റ് ഞാൻ പറയട്ടെ, ഈ ബാക്കി ഒന്നവൻ മാറ്റിക്കൊണ്ട് അവനെ കൺവേർട്ട് ചെയ്തിട്ട് മറ്റവനെ വിളിച്ചോണ്ട് ബ്രോക്കൺ ഉണ്ടോ എന്നിട്ട് അവനിട്ട് അപരാധിക്കാൻ വേണ്ടി. എടാ ഇവനെ ഓസ് എടുക്കാൻ പറ്റും. ഫാൽക്കനെ ഇട്ടിനെ പിടിക്കാൻ കൊടുക്കായിരുന്നു. മേക്കേ കോളൊന്നും ഇല്ലാതെ ആൾക്കാരെത്തിയല്ലോ മേക്കേ. അതെങ്ങനെ മാലിക്ക് എങ്ങനെ എത്തി മേക്കേ ഇവിടെ? മാലിക്ക് ഞാൻ ലൈവ് പോലും അതന്നെ കോള് നമ്മുടെ മുന്നിൽ നിന്ന് കോള് കൊടുത്തിട്ടില്ല. ഞാൻ റേഡിയോയിലുണ്ട്. കോള് കൊടുത്തിട്ടില്ല. അതല്ല ഇപ്പൊ എങ്ങനെ എത്തിയെന്ന് നമ്മള് കോള് ബ്രോക്കന്റെ അടുത്തൊന്ന് വരാൻ പറയോ? മറിയ സാർക്ക് കാരണം നമ്മൾ ഓൾറെഡി ടീം സിറ്റുവേഷൻ ആണ്. ആണോ? അപ്പൊ അത് കൂടെ ഉള്ളവന്റെ അടുത്ത് പറയണം ഇതിന്റെ ഇടയ്ക്ക് വേറെ സിറ്റുവേഷൻ പിടിക്കരുതെന്ന്. അവനായിട്ട് അങ്ങോട്ട് വന്ന് സിറ്റുവേഷൻ എടുത്താണ്. ഇല്ല, ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു അവൻ പേര് ചോദിച്ചു ബ്രോക്കൺ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു പണ്ടത്തെ ബ്രോക്കൺ ആണോ? അപ്പൊ അവന്റെ കൂടെ എസ്റ്റോ ഗാർഡ് എന്ന് പറയുന്ന കണ്ടി കൂടെ വന്നിട്ട് രണ്ടും കൂടെ മറ്റേ ഒരു പനി മുട്ടക്കോണം. എനിക്ക് അറിഞ്ഞൂടല്ലോ. വെയിറ്റ് എന്നിട്ട് ഇവർ നിന്നിട്ട് കോണ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നീ പണ്ട് മറ്റേ ബെല്ലയിൽ അടികൊണ്ട് ലോലിനല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട കാര്യം എന്താ? പണ്ട് ബെല്ലയിലെ കാര്യമൊക്കെ നിങ്ങൾ വേറെ സിറ്റുവേഷൻ നിങ്ങൾ വേറെ സിറ്റുവേഷൻ അങ്ങനെ പറയണം. പോവല്ലോ, ലീവ് ചെയ്ത് പോവല്ലോ. പണ്ടത്തെ ബ്രോക്കണാണ് പറഞ്ഞിട്ട് ലീവ് ചെയ്ത് പോവല്ലോ. എന്താ ചെയ്യുമ്പോ ഞാൻ അവന്റെ ഭാഗം ഞാനൊന്ന് കേട്ടോ. സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മള് മാക്കിന്റെ അടുത്ത് മാനുവായിട്ടല്ലേ സംസാരിക്കണം ഇത്ര ആള്. നമ്മളങ്ങനെ അവനോട് സംസാരിക്കണം. 7165 അവനെ തന്നെയാണ്. അടിക്കണില്ല സംസാരിക്കവാ. എല്ലാം തോന്നും നിങ്ങളോട് മാക്വർ സംസാരിച്ചോണ്ടിരിക്കും. എണ്ണം വരും എന്തൊക്കെ വന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് സിറ്റുവേഷൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് മാന്യമായിട്ട് അവനോട് സംസാരിക്കണം. അവൻ ഇങ്ങോട്ട് വരുത്താൻ പറഞ്ഞത്. അവനെ അറിഞ്ഞൂടെ? നിങ്ങളെ റേഡിയോയിൽ അറിഞ്ഞ സിറ്റുവേഷൻ. അപ്പൊ അവന് മാന്യമായിട്ട് സംസാരിച്ചൂടെ?
ചൂടാകുമ്പോ മാനുമായിട്ടാണ് അവിടെ സംസാരിച്ചത് നമ്മള് നമ്മുടെ മാനം വരെ അവന് പണ്ടത്തെ കണക്കൊക്കെ അങ്ങ് പറയണം. അവൻ ഇനി കണക്ക് പഠിപ്പിച്ചു നമ്മള്. ഫാൽക്കനൊന്നുമില്ല, ബ്രോക്കൺ മാത്രം. ബ്രോക്കറാണ് സംസാരിച്ചത്. അവനോട് ഞാനൊരു കാര്യം പറയട്ടെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൺസേൺ അല്ല, നിങ്ങൾക്ക് സിറ്റുവേഷൻ ആണോ അത് നിങ്ങളുടെ കൺസേൺ ആണ്. നിങ്ങൾക്ക് സിറ്റുവേഷൻ വേറെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവന് കണക്ക് പറഞ്ഞു കൊടുത്തിട്ട് മാത്തമാറ്റിക്സ് ഇന്ന് പഠിപ്പിച്ചെടുത്തിട്ട് ഇവിടത്തുള്ളു. മുതുക്കിന്റെ അവിടെ നിന്ന് മേലോട്ട് അവനെ വിളിച്ചെടുത്താ എന്നോട് തന്നെ നിന്നെ അടിക്കും അവനെ അടിക്കും എല്ലാണത്തെ അടിക്കും. അവ എത്ര നേരം മുതുക്കി സംസാരിക്കുന്നത് പിന്നെ ഇപ്പൊ പോയിട്ട് റേഡിയോ ഉണ്ടല്ലോ. റെസ്പോണ്ട് ചെയ്തില്ലേ? റെസ്പോണ്ട് ബ്രോക്കർ എന്ന് പറഞ്ഞ പ്രശ്നം. ബ്രോക്കർ കണക്കുകൾ എഴുതിയെടുക്കാൻ പോയതായിരിക്കണം. ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ ഇവിടെ സംസാരിക്കാൻ ധൈര്യമുണ്ടല്ലോ. അവനെന്തേ മെസ്സടിച്ച് പോയോടാ? എടാ മാലിക്കേ, സ്വന്തം ഗ്യാങ്ങിലുള്ളവനല്ലേ അവൻ അറിയില്ല എങ്ങനെ ശരിയാവാന്. അതോ സിറ്റുവേഷനോട് അവൻ ബ്രോക്കൺ ആയി പോയോ? നിന്റെ ഗ്യാങ് മെമ്പർ നിങ്ങളോട് സംസാരിക്കും, നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. അവന്റെ അടുത്ത് വരാൻ പറ. അവനല്ലേ നിന്നെ മാക്കിലേക്ക് അറിയാതല്ല, അവന്റെ അടുത്ത് വരാൻ പറ. കണക്കെടുക്കാൻ പോയാലും പൂജ ആയിരിക്കല്ലോടാ. പിന്നെന്താ ഇത്ര സമയം എടുക്കുന്നത്? 7165 വേണം. അതിന്റെ സംസാരിച്ചിട്ട് ഇതാവണേത്തല്ലേ ഇവന്മാരുടെ അടുത്ത് സംസാരിക്കും. ഇവന്മാരെ പറ്റി ഇതായിട്ട് സംസാരിക്കും. മറ്റവൻ കണക്കെടുക്കാൻ പോയിട്ടില്ല, അവൻ എടുത്തിട്ട് ഞാൻ മരിച്ചളിയാ റോഡ് നടുക്ക്. ട്രിഗർ ആരാ ഭാഗത്ത്? നവമാർ ഭാഗത്ത്. ആലിസിന്റെ മാൻ ബോയാ. സംസാരിക്കാം എനിക്ക് സിറ്റുവേഷൻ ഉണ്ട് പറഞ്ഞോടാ. സംസാരിക്കാം ഞാൻ എന്താ വരുന്നു. സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ ബ്രോയെ ശരിയാ. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുമോ? എന്റെ കണ്ണാപ്പിയുടെ സ്വഭാവം വെച്ച് ഇങ്ങനെ സംസാരിക്കണ്ടേ അല്ലേ? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ബ്രോക്കണ മാത്രം കുറച്ച് നമ്മള് ഫ്രണ്ടാണ് ബ്രോ. പറയണം. ഫ്രണ്ടൊക്കെ ഫ്രണ്ടാണ്. എല്ലാരൊക്കെ ഫ്രണ്ടൊന്നുമല്ല, കുറച്ചു പേരൊക്കെ ഫ്രണ്ടാണ്. സിറ്റുവേഷൻ ഞാനിവിടെ 71-65 ഇവരുടെ ഒപ്പം ഉണ്ട്. സേഫാണ്. ഒരു 5 പേര് കൂടെ എപ്പോഴും പറഞ്ഞു. കൂടെയുള്ളവരുടെ നാക്ക് ശരിയാക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടാണ്ട് നമുക്ക് സത്യം പണിഞ്ഞങ്ങ് ഒരു മേളിലോട്ട് പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും വിടരുത്. മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് ശരിയല്ലേടാ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. മൾട്ടിപ്പിൾ ടൈംസ് ഒക്കെ ഒരാളെ സ്വഭാവം ശരിയല്ലാത്ത ശരിയല്ലേടാ. എടാ മാലിക്ക് നീ ഒന്ന് പറ, ശരിയാണോ? നമുക്ക് നോക്കാം, സംസാരിക്കാൻ തരും വിഷയമുള്ള കാര്യം നോക്കാം. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അതിപ്പോ ഇവിടെ അവൻ പറയട്ടെ, നമുക്ക് ബാക്കി അവൻ ചെയ്ത് ശരിയാണോ? മാലിക്ക് നീ തന്നെ പറ. എടാ നമുക്ക് ഓന്റെ സൈഡ് നമുക്ക് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ലോലിന്റെ സൈഡ് ഞാൻ കേട്ടു. ഓക്കെ, പക്ഷെ മാലിക്കേ എടാ നിനക്ക് ലോലന്റെ സൈഡ് കേട്ടിട്ട് ഈ വണ്ടി ഞാൻ എടുത്ത് നോക്കിയോട്ടെ. സുൽത്താനാണോ അണ്ണാ? വണ്ടി ഓടിച്ചോക്കട്ടെ. ഡ്രൈവ് ആണോ? പിന്നെ എടുത്തോളം തരുമോ നീ നമുക്ക്? ചന്ദ്ര കേറാൻ പറ്റില്ല. ഇല്ല 4 സീറ്റർ 2 സീറ്റർ ഇത് കേറണമെങ്കിൽ ഞാൻ ചോദിച്ചതിന് ഇത് ഒരാൾക്ക് കയറാൻ പറ്റൂ? ഇല്ല സീറ്റ് ഉണ്ട്. ബാക്കി ഇരിക്കണം. കൊച്ചു പിള്ളേരെ ഇങ്ങനെ ബാക്കിലോട്ട് ഇരുത്തത്തില്ല. അവിടെ നിന്ന് മാറണം ഒന്ന്. ചന്ദ്ര ഇറങ്ങിയ ചന്ദ്ര ഭയങ്കര
അണ്ണനല്ല അണ്ണൻ ഇത് അണ്ണൻ ഒറ്റയ്ക്ക് എന്നാടോ നമ്മളെ ചൂടായിക്കേ അവരെല്ലാം ഓൺഫുട്ട് ഇറക്കടാ വന്നേ ഒത്തിരി വണ്ടി വരുന്നത് എന്താ ഒരു കൂട്ടം ഇത് ബ്രോക്കൺ എടുത്ത് പറഞ്ഞപ്പോ ഒരു 10-20 വണ്ടി കൊണ്ട് വന്നേ വണ്ടി പിറ്റിയല്ലേന്ന് ഹലോ വണ്ടി പിറ്റിയല്ലേന്ന് പിറ്റിയല്ലെന്ന് എടാ ഇനി ഇതിനകത്തോട്ട് കേറില്ല, അതായത് ഈ പാർക്കിംഗ് സ്ലോട്ടിന്റെ മണ്ടയ്ക്കോട്ട് കയറരുത്, കാരണം അവരും കയറും ഇതിനകത്തോട്ട് കേട്ടോ. ഇതിനകത്ത് ഇനി വണ്ടി കയറണ്ട. ഇവിടെ ഓൾറെഡി ഞങ്ങൾ 4 പേര് നിൽപ്പുണ്ട്. ഞങ്ങള് എല്ലാത്തിനും ടയറും പൊട്ടിച്ച് തരാം, ലേസർ ചെയ്ത് തരാം. ഇങ്ങോട്ട് ഈ പിങ്ങിലുണ്ടോ കിച്ചുള്ള വണ്ടി ഇങ്ങോട്ടോ 20 വണ്ടിയാ ഈ കിച്ചുള്ള വണ്ടി ഇങ്ങോട്ടുണ്ടോ എല്ലാരും വണ്ടി കയറുന്നു. എടാ കിച്ചുള്ള വണ്ടി ഇങ്ങോട്ടൊന്നേ പിങ്ങില് കിച്ചു മാത്രം കിച്ചു മാത്രം എണ്ണം കുറയ്ക്കല്ലേ. ഇങ്ങോട്ട് ഹലോ ഹലോ ബ്രോക്കല്ലേ അറിയണത് 12 ബെല്ലിന്റെ അടി ഉണ്ടെന്ന് എന്തൊക്കെ പറയാനായിട്ടല്ലോ അവിടെ നിന്ന് ബ്രോ അല്ലേ ആദ്യം ടീച്ചറിന്റെ കാര്യം പറഞ്ഞു. എന്ത് ടീച്ചറായാലും ഞാൻ ആദ്യം പറഞ്ഞു, നീയല്ലേ ആദ്യം പറഞ്ഞു. എടാ നീയേ ആദ്യം പറഞ്ഞു. നിന്റെ അടുത്ത് ഞാൻ എന്താ ചോദിച്ചത്? നിന്റെ അടുത്ത് ഞാൻ ആദ്യം ചോദിച്ചു പേരെന്താണ് അല്ലേ? ഇപ്പൊ നീ വേറെ ബ്രോക്ക്. അപ്പൊ ഞാൻ ചോദിച്ചെന്റെ അടുത്ത് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത് നീ അവിടെ നിന്ന് അമ്പയർ ചെയ്യല്ലേ ഒരുമാതിരി എന്ത് എനിക്ക് ഓർമ്മയില്ല. ബ്രോക്കണാണോ ചോദിച്ചു ഞാൻ പറയണ്ടേ? എനിക്കറിയോ നിന്നെ നിനക്ക് അറിഞ്ഞൂടാ അപ്പൊ എന്നെ അല്ല നീ അപ്പൊ നീ അറിഞ്ഞോക്കി. ആ അപ്പൊ പിന്നെ നീ ടീച്ചർ എങ്ങനെ പറഞ്ഞു പിന്നെ നിനക്ക് അറിയോ? അങ്ങനെ അറിയാം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചോ അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട കാര്യം ചോദിച്ചൂടെ? ആണോ? എനിക്ക് അതല്ല ബ്രോ ഞാൻ കാര്യം പറയട്ടെ. അല്ലല്ല ഒരു മിനിറ്റ് ബ്രോ ഒരു മിനിറ്റ് അല്ലല്ല. ഫസ്റ്റ് ഇവൻ വന്നിട്ട് ഷോളിട്ട് നമ്മളെ കോരി എടുത്തോണ്ട് പോയി അവിടെ കിടത്തിയായിരുന്നു ഒരാളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ താങ്ക് യു ഫോർ ദ കൈൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. അത് വിട്ട് അപ്പൊ ഈ ലോല് വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ച് എന്തുവാ ബ്രോ ബ്രോക്കനാണോ പണ്ടുണ്ടായിരുന്ന ബ്രോക്കനാണോ? അപ്പൊ ഞാൻ പറഞ്ഞു അല്ലല്ല ഒരു മിനിറ്റ് മനസ്സിലായി ബ്രോ മനസ്സിലായി ബ്രോയുടെ ബോഡി കാടിനകത്ത് കിടക്കുമായിരുന്നാണ് അവര് പറഞ്ഞത്. അത് മനസ്സിലായി ബ്രോ. അല്ല ബ്രോയുടെ തട്ടിയപ്പോ ബ്രോഡ് എടുത്തോണ്ട് വന്നു. അത് ആ കാര്യമാണ് അവന്മാർ അവിടെ വന്ന് പറഞ്ഞത്. ഓക്കെ അത് വിട്ടു ബ്രോ. അത് വിട്ടിട്ട് ഈ ലോലം വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് പണ്ടുണ്ടായിരുന്ന ബ്രോക്കനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടാ ഒരു മിനിറ്റ് സംസാരിക്കില്ലേ വീട്ടിൽ സംസാരിക്കില്ലേ എന്റെ അടുത്ത് സംസാരിക്കില്ലേ എനിക്ക് ഇതിനിടയിൽ കയറി സംസാരിക്കുന്നേ. ചാടാണ്ട് സംസാരിച്ചോ? അപ്പൊ പണ്ടുണ്ടായിരുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയത്തില്ല ബ്രോ പണ്ടുണ്ടായിരുന്ന ബ്രോക്കനാണോ അറിയത്തില്ലെന്നേ പറഞ്ഞോളൂ. അപ്പൊ അവൻ പറഞ്ഞു പണ്ട് ടി ജി അടി കൊണ്ടുകൊണ്ട് നടന്ന ബ്രോക്കനാണോ ചോദിച്ചു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു. പറഞ്ഞില്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ചു ചോദിച്ചല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ല. എന്റെ അടുത്ത് അത് നീ ആദ്യം ടി ജി ആദ്യം പറഞ്ഞേ. നീ ടി ജിന്റെ കാര്യം നീ ആദ്യം പറഞ്ഞേ. നീയാ പറഞ്ഞേ മോനെ നീയാണ് ആദ്യം പറഞ്ഞേ ടി ജിന്റെ കാര്യം. മനസ്സിലായോ? അതേപോലെ ഞാനും ചോദിച്ചേ ബെല്ലാരി നീ അടി കൊണ്ടിട്ടുണ്ടോന്ന് അത്ര ചോദിച്ചോളൂ ഞാൻ. ഞാനല്ല നീ എപ്പോഴാണ് എന്നെ ബെല്ലാരി അടിച്ചത്? അപ്പൊ നീ എന്നെ എപ്പോഴും ഡീസൽ അടിച്ചേ? ഞാൻ ഡീസൽ ഒരാഴ്ച മുമ്പ് അടിയും കൊണ്ട് കണ്ടതാ. രണ്ട് ബാഗിൽ അപ്പയും കയറിയിക്കടാ. അപ്പൊ പിന്നെ നിങ്ങൾ എടുത്ത് വരുന്നേ? ചേട്ടാ അടിക്കണമെന്ന് ഇതുണ്ടെങ്കിൽ റേഡിയോയിൽ ഡബിൾ ടാപ്പ് അങ്ങ് ചെയ്താൽ മതി, അടിച്ചോളൂ.
അടിക്കട്ടെ വരെ ഇവ കുറച്ചെടുത്തോ പോണം എന്തോ ആ അവൻ കൊണയാ സോൾവ് ചെയ്യാൻ താല്പര്യമില്ല അവന് കൊണയാ അവൻ കൊണയാ അവൻ കൊണ സിറ്റുവേഷൻ തുടങ്ങിയ ആൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറ. തല്ലാണ് അവൻ മുതു കൊണയാ. അവന് ഭയങ്കര ഗുണയായിരുന്നു. എന്നാ പിന്നെ സിറ്റുവേഷൻ എടുത്തോ, പിന്നെ വേറെ നോക്കണ്ട. തല്ലണ്ട കണ്ണാപ്പി പോയി കൊടുക്കണേ. നീ മറ്റേ മാക്കാട്ടി കുത്തി നമ്മുടെ ഓൺഫുട്ടുള്ള വണ്ടി ഇതിപ്പോ എന്താ ഇതിപ്പോ ഇവൻ പറയുന്നത് നിങ്ങളെ സൈഡിൽ നിന്നാണ് സത്യം പറഞ്ഞ സ്റ്റാർട്ടിങ് ഇനീഷ്യേറ്റ് ചെയ്തെന്നാ പറയണത്. പണ്ടത്തെ ബ്രോക്കാണെന്ന് പറഞ്ഞ എന്ത് ഇനിഷ്യേറ്റിംഗ് ആണ്? അല്ലല്ല പണ്ടത്തെ ബ്ലോക്കാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞോളൂ. നമ്മുടെ ആരെല്ലാം അടിച്ചോ? അല്ലല്ല അത് വെറുതെ അടിച്ച മേളിലോട്ട് അടിച്ച അപ്പോഴേ ഫാൽക്കനെ ആദ്യമേ ഇറങ്ങിയത് ഇവിടെ അടിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞ ഈ മാർക്കിട്ട് ഇവിടെ കണ്ട ഇവിടെ ഇവര് സിറ്റുവേഷനിൽ മെമ്പേഴ്സിന് സോൾവ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയണം. ഞാൻ പിന്നെ നമ്മളെ സൈഡിലുള്ള മെമ്പേഴ്സിന് എനിക്കിഷ്ടമുണ്ട് ബ്രോ, എനിക്കിഷ്ടമുണ്ട്. എന്നാവും പല്ല പണ്ടേ പിള്ളേരിൽ അടിച്ചിട്ടില്ല. നമുക്കതൊരു ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ പണ്ട് പിള്ളേർ എന്നെ അടിച്ചിട്ടില്ല. സംസാരിച്ചോ. നമുക്ക് ഇന്ന് ഓൾറെഡി ടീ പൊട്ടിച്ചതിനായിട്ട് സിറ്റുവേഷൻ കണ്ട പിന്നെ ഒരു വണ്ടി പിക്കിനെ അവിടെ ഉള്ള വണ്ടി ഒരു ഡ്രൈവർ സെറ്റ് കരട കണ്ടെത്തിയിട്ടവ പട്ടി കാണമേ. കേറിക്കോ. നേരെ അവന്റെ എല്ലാരും പാർക്കിംഗ് പാർക്കിംഗ് ഷോട്ടിൽ താഴെ കുത്ത് എനിക്ക് മയില് നീ മറ്റേ മെസ്സടിക്കുമ്പോഴല്ലേ കാണത്തില്ല. ബാക്കിലുണ്ട് ഇങ്ങോട്ട് ഈ മാർക്കറ്റോ തള്ളിയടി ഞങ്ങൾ ഈ പാർക്കിങ്ങിനകത്താണ് ബാക്കിൽ പുഷ് വരുന്നതേ ഉള്ളൂ. ഇവിടെ നിറച്ചാളെ
ബാക്കിലോട്ടൊക്കെ തള്ളി ഈ ബാക്കിലോട്ട് തള്ളി ഈ ബാക്കിലോട്ട് പണം എടുത്തിട്ട് അലക്കി പണം അമ്മാരെ അതിന്റെ മുകളിൽ കണ്ടൊന്ന് ഇവിടുത്തെ മണ്ണ് കൊണക്കല്ലേ മണ്ണ് നിങ്ങൾ പുഷ് അവൻ കാണിച്ചണ്ട അതായത് വൺ വേ എടുത്ത് കൊറേ കില്ലെടുത്ത് മാസം കാണിക്കാൻ ചെയ്തവൻ കഴിഞ്ഞാടെ നോക്കണം നീ പണിച്ച നീ മറ്റേ മൂഞ്ചി കൊണ്ട് നീ നിനക്ക് അടികൊള്ളാൻ തന്നെ യോഗ തീട്ടപ്പട്ടി കൊറേ അമ്പി തീട്ടങ്ങൾ അണ്ണ ബ്രോക്കണ ഹോസ്റ്റ് എടുക്കുന്നുണ്ടോ ഫാൽക്കന മതി ഫാൽക്കൻ എവിടെ ഉണ്ട് ഫാൽക്കൻ മതി ഫാൽക്കൻ അവിടെ മോബ് എടുത്തുണ്ട് ഇമാര് കൊറേ പേരുണ്ട് നമ്മളെ 3 പേരെന്തോണ് ഇത്രയും കണ്ടികളെ അടിച്ചിട്ട് ഡൗൺ ആയി ഇത്രയും എന്തായാലും ഈ കണ്ടി മതി കണ്ടി നിനക്ക് തരാടാ നിന്റെയൊക്കെ പുറത്തൊക്കെ നിർത്തി വായി അമ്പി വേണം നിന്റെയൊക്കെ തരാ നിനക്ക് 3 പേരെ അടിച്ചാൻ പറ്റും മണി ടോക്സും 3 പേരെ കണ്ടികളെ ഇവരെടുക്കണം ഹോസ്റ്റലിൽ ഫാൽക്കനെ എടുക്കണം ഫാൽക്കനെ നോക്കണം ഫാൽക്കനെ മാറ്റിട്ട് ക്രാഷ് ആയി അവനുണ്ട് ഫാൽക്കനുണ്ട് എവിടെ അലക്കല്ലേ ആ ഓക്കെ ഇല്ല ഒരാളെ പറ്റും ഫാൽക്കനെ മതി വേറൊരു കാര്യം കൂടെ പറയട്ടെ റേഡിയോയില് നമുക്ക് ആവശ്യമില്ലാത്ത ഇത് വേണ്ട എന്ന് വെച്ചാൽ കോള് വേണ്ട അത് ചിലപ്പോ നല്ല ഇൻഫർമേഷൻ കുറെ മിസ് ആവുന്നുണ്ട് കാണുന്ന പോലും ഇല്ലാരും മനസ്സിലാവുന്നില്ല അത് ഒരുപാട് എടുത്ത് വയറ് ഊരിട്ടുണ്ട് എടുത്ത് വെച്ചോ അവൻ കേറിയില്ലെങ്കിൽ നമുക്ക് മറ്റേ അവനെ വേണം അവനെ ഫാൽക്കൻ നമ്മള് മാക്കച്ച് കുത്തി നമ്മളടിച്ചു പിടിക്ക് വന്നടാ ഈ മാർക്കിലൂടെ ഇനിയും ബോഡീസ് എന്തുണ്ട് നോക്കിയാ ഇനിയും ബോഡി മോനെ ഫൽഗുണിന്റെ മോശം എടുക്കണ്ട അപ്പൊ പറയാം ഇവന്മാരെ വണ്ടിക്ക് ഡ്രോപ്പ് ഉണ്ട് എസ്പിസ് ഡ്രോപ്പ് ഉണ്ടേ ഡ്രോപ്പ് ഉണ്ടോ ഭയങ്കര ഡ്രോപ്പാ നല്ല ഡ്രോപ്പാ വലിച്ചൂരിപ്പോ ഒരു ചാൻസ് തരാം പോണെങ്കിൽ ഫൽഗുണ നീ അതങ്ങ് അല്ലെങ്കിൽ നിനക്ക് ഇതൊന്നും എന്തായാലും എന്തൊക്കെയായിരുന്നു നിന്റെ വായുത്താള അഹങ്കാരം ഇതൊന്നും അല്ലല്ലോടാ. സ്വപ്നം കാണുന്ന സാധനം അതായത് നീ സ്വപ്നം കാണുന്ന സാധനമാണ്. ഞാൻ ഒരു ഓസിയും പറഞ്ഞിട്ടില്ല. ഞാൻ ഓസി അല്ല സംസാരിക്കുന്നത്, അത് എന്നോടല്ല. ഓസി അല്ലത്, ഞാൻ സ്വപ്നം കാണുന്ന കാര്യമാണ് പറഞ്ഞത്.
ആഗ്രഹം എല്ലാം നടക്കുന്നു. ഒരു ദിവസം അല്ല ഒരുമിച്ച് കാണാൻ നിനക്കടാ. നീയാണ് ഇനി തൊട്ട് പുതിയ അബ്ബാസ് സിറ്റിയിലെ കക്കൂസ് എഴുതുന്നത്. ചത്തില്ലേ ഉറങ്ങുവാ ചന്ദ്ര അമ്പിയെന്ന് വിളിക്കുന്ന പയ്യന് ദേഷ്യം വരും. അമ്പിയെന്ന് മാത്രം വിളിക്കരുത്. ബാക്കിയുള്ളവന്മാർ ഓടണമെന്ന് കണ്ടപ്പോഴത്തേക്കൊക്കെ ചത്തവലൊക്കെ കിടക്കുക. ഇല്ലല്ല ഒരു ഇടി ഇടിച്ചാ വേണ്ടിയല്ല ഒരു ഇടി ഇടിച്ചാ പറയാൻ പാടില്ല. അണ്ണാ ഇവരെ പോയി പൊക്കാൻ സമ്മതിക്കൂലായിരിക്കും അറിഞ്ഞൂടെ. പാർക്കിംഗ് സ്റ്റോഡിന്റെ മണ്ടയ്ക്ക് കിട്ടി അവര് അതിനകത്ത് കയറി മേളിലൊക്കെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറെ പേരുണ്ടായിരുന്നു. അപ്പുറത്ത് കിടപ്പുണ്ട് ആ ഫാൽക്കൺ. അവനെ ഞങ്ങൾ കൊണ്ടുപോയി എഴപ്പിച്ചിട്ട് നിന്നെ ഞങ്ങൾ ബാഡ് ടോസ് എടുത്തോളാം. മനസ്സിലായോ? ആ ഒരു കാര്യം നീ ഒരു കാര്യം ചെയ്യും. നമ്മളിപ്പോ ഇന്ന് അടിച്ചതിന്റെ ഫ്രസ്ട്രേഷൻ നീയൊക്കെ പോയി രാത്രി BCCയുടെ അടുത്ത് എല്ലാം തീർക്ക്. നാളെ തൊട്ട് BCCയുടെ ഒരു 3 വട്ടം കടിക്കും. ഞാൻ കൊറേ നാളെ മര്യാദക്ക് പറഞ്ഞു വെറുതെ വേണ്ട ബ്രോ, വെറുതെ വേണ്ട നമുക്ക് സിറ്റുവേഷൻ വേണ്ട. കൊണ്ടില്ലെങ്കിൽ നിനക്ക് ഒട്ടും പറ്റത്തില്ല. അല്ല ബ്രോക്കൺ എന്തോ കണക്ക് പറഞ്ഞു. എടാ നീ അവിടെ തല്ലുള്ളി ഇവിടെ തല്ലുള്ളി മനസ്സിലായോ? കത്തിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരൊക്കെ കത്തിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് കൊണ്ട് ഇതാക്കി കത്തിക്കണേ. കണ്ടികളൊക്കെ എവിടെ കേറാലും കണ്ടികൾ തന്നെ കേട്ടോ. 10 മിനിറ്റ് പൊങ്ങുക കത്തിച്ചിട്ടോ. ദൈവം ഹലോ ആരേലും ഉണ്ടോ? ദൈവം കാണും. അല്ല ഇവിടെ ഒരു തന്നെ ഭൂമിക്കടി പൊക്കോണ്ടിരിക്കുന്നത് എമ്മാർത്തോട്ടില്. പൽഗുണ തനിയെ ഓട്ടോറിവ് വെയിറ്റ്. ഹലോ ദൈവം അടുത്ത് പറഞ്ഞ ഒന്നെങ്കിൽ ഓട്ടോറിവ് ആവണം അല്ലെങ്കിൽ EMS വേണം. EMS ഇല്ലാത്തോണ്ട് ഓട്ടോറിവ് ആയാലും ഓട്ടോറിവ് ആവട്ടെ. അയ്യോ എന്റെ പൊന്നേന്നാ കയ്യെ താങ്കി പറയണ്ടടാ. ടിപ്പ് 100 രൂപ ത്രൂ സൂപ്പർ ചാറ്റ്. അയോ എന്റർ പോണേ നടക്കുന്നയാൾ 300 കൊന്നിട്ടാടാ നിങ്ങൾ 22 ചത്തേന്ന്. അല്ല മറ്റവനില്ലേ മറ്റവൻ അമ്പിടാ. അമ്പി എന്ന് വെച്ചാൽ നീ എന്താ വിളിക്കൂല? അമ്പി ഫാൽക്ക അമ്പിക്കുട്ട എണീക്ക് അമ്പിക്കുട്ട എണീക്കുന്നില്ല. അമ്പിക്കുട്ട ചുവന്ന മുടിയുള്ള അമ്പിക്കുട്ടടാ ഉറങ്ങല്ലേ അമ്പിക്കുട്ട എണീക്കൂ. അമ്പിക്കുട്ട എണീക്കുന്നില്ല. അമ്പിക്കുട്ട എണീക്കൂ. അമ്പിക്കുട്ട എണീക്കുന്നില്ല. അമ്പിക്കുട്ട എണീക്കുന്നില്ലല്ലോ. അമ്പിക്കുട്ട എണീക്കുന്നില്ല. എടാ കുറച്ച് മണി കൊടുക്കുക എണീക്കാൻ പറ്റുമോ നോക്കട്ടെ.